കുറേ പേര് ക്രെഡിറ്റ് കാർഡ് എടുത്തതിന് ശേഷം ഈ ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് ബില്ല് അടയ്ക്കേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പീരീഡ് വരുന്നത്, ഇങ്ങനെ എല്ലാ കേസും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻ ഡെപ്തായിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഡേറ്റ്സ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എത്ര ദിവസത്തേക്കാണ് വരുന്നത്, ഇങ്ങനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിംഗ് സൈക്കിൾ അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. അവർക്കല്ല ഈ വീഡിയോ. പുതിയതായിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വരുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ഈ വീഡിയോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബിൽ പേയ്മെൻറ്റിൻ്റെ കേസ് പറയാം. അപ്പോൾ ഞാൻ എൻ്റെ ICICI ബാങ്കിൻ്റെ ആമസോൺ ക്രെഡിറ്റ് കാർഡാണ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് എനിക്കറിയായിരുന്നു. ഓൾറെഡി എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആ ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ ആ ബ്രൗഷറിൽ അതിൻ്റെ ഡേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് വരുന്നത് 12-12 തീയതിയാണ്. എല്ലാ മാസം 12 തീയതിയാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ടത്, ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നോക്കേണ്ടത് എന്നാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് വരുന്നതെന്നാണ്. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് കിട്ടി, അത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിന് ഇൻഫോം ചെയ്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ചേഞ്ച് ചെയ്യാം. ഇനി എന്തൊക്കെ വഴിക്കാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ബ്രൗഷറിൽ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇമെയിലിലോ അതുപോലെ തന്നെ മെസ്സേജസിലോ നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മെസ്സേജിൽ എന്തായാലും സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ICICI ബാങ്കിൻ്റെ ആണെങ്കിൽ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് നമുക്ക് ചോദിച്ച് നോക്കണം ഏതാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ്, എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ദിവസം. അപ്പോൾ ഞാൻ കഴിഞ്ഞ മന്ത് 12 തീയതി മുതൽ ഈ മന്ത് 12 തീയതി വരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പൈസ, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്ന ദിവസമാണ് എനിക്ക് 12 തീയതി. എല്ലാ മാസം 12 തീയതിയാണ് എൻ്റെ ആമസോൺ ICICI കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് എന്നുള്ളൊരു ഡേറ്റാണ് വരുന്നത്. ക്രെഡിറ്റ് കാർഡ്സൊക്കെ ഈ ഡ്യൂ ഡേറ്റിനുള്ളിൽ അടയ്ക്കണം എന്നെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഏകദേശം 30 തീയതി, ആ മാസം ലാസ്റ്റായിട്ടാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഡ്യൂ ഡേറ്റിന് ഉള്ളിലാണ് നമ്മൾ പൈസ പേ ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസ്, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പോകാനായിട്ട് പാടില്ല. ഡ്യൂ ഡേറ്റിന് ഒരു 4 ദിവസം മുമ്പെങ്കിലും പേയ്മെൻറ്റ് ചെയ്താൽ അത്രയും ബെസ്റ്റാണ്. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡ്യൂ ഡേറ്റിൻ്റെ സമയത്ത് നമ്മൾ അന്നാണ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, ഡ്യൂ ഡേറ്റിൻ്റെ അന്നോ തലേദിവസമൊക്കെയാണ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, ചില സമയത്തൊക്കെ ബാങ്ക് സെർവറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് ചിലപ്പോൾ എത്താൻ പോകുന്നത് പിറ്റേ ദിവസത്തേക്കായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ സിബിൽ സ്കോറിന് അത് ബാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു എന്നാണ് അവർ പറയുക. നമ്മൾ ഓൾറെഡി മുൻകൂട്ടി പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ 2 ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ടാവും. ഒന്ന് മിനിമം ഡ്യൂ എന്നാണ് കാണിച്ചിട്ടുണ്ടാവുക, അതുപോലെ തന്നെ ടോട്ടൽ ഡ്യൂ എന്നും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ട് നോക്കുമ്പോൾ മിനിമം ഡ്യൂ അടച്ച് പോയാൽ പോരെ എന്ന് ചിന്തിക്കും. കാരണം ഇപ്പം ഞാൻ 40,000 രൂപ സ്പെൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ടോട്ടൽ ഡ്യൂ കിടക്കേണ്ടത് 40,000 രൂപയായിരിക്കും. മിനിമം ഡ്യൂ ചിലപ്പോൾ എനിക്ക് കിടക്കേണ്ടാവുക ഒരു 3,000 രൂപയായിരിക്കും. അപ്പോൾ എല്ലാവരും ആ മിനിമം ഡ്യൂ വെച്ച് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഏറ്റവും പൊട്ടയായിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഡ്യൂ ആണ് ഞാൻ 3,000 രൂപ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ 40,000 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് ഞാൻ മിനിമം ഡ്യൂ ആയിട്ട് 3,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ടിന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് എന്നുള്ള കാറ്റഗറീസൊക്കെ നമുക്കപ്പോൾ യൂസ് ആകുന്നില്ല. ശരിക്കും ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡൊക്കെ വരുന്നത് ഏകദേശം ഒരു 50 ദിവസമാണ്. ഈ ഒരു 50 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും പിടിക്കാണ്ട് എമൗണ്ട് പ്രോപ്പറായിട്ട് ടോട്ടൽ ഡ്യൂ എമൗണ്ട് അടച്ചാലാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ എപ്പോഴും ടോട്ടൽ ഡ്യൂ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മിനിമം ഡ്യൂ പേ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 47% തൊട്ട് 57% വരെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഓരോ ദിവസവും വരെ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആ പേയ്മെൻറ്റ് എന്നാണോ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് അതുവരെയുള്ള ആ ടോട്ടൽ എമൗണ്ടിൻ്റെ മേലെ ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഡേ ടു ഡേ അത് ആഡായി പോയിക്കൊണ്ടിരിക്കും. ഇനി ഏതൊക്കെ വഴി കൂടെയാണ് നമുക്ക് ബില്ല് അടയ്ക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ബാങ്കിൻ്റെ ഓൺ ആപ്ലിക്കേഷൻ വഴി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ബട്ട് ഞാനിവിടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ക്രെഡ് എന്ന ആപ്ലിക്കേഷനാണ്. കാരണം ഈ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാനായിട്ട് എല്ലാ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനും അത്ര അടിപൊളിയായിട്ട് നിൽക്കുന്നില്ല. അതേപോലെ റിമൈൻഡർ നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ക്രെഡ് എന്ന ആപ്ലിക്കേഷൻ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴി ഡൗൺലോഡ് ചെയ്യാം.
ആ ഒരു ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ബില്ല് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 250 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു സിനാരിയോ നോക്കിക്കഴിഞ്ഞാൽ ഡ്യൂ ഡേറ്റ് ഞാൻ മറന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ബിൽ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ടൊരു ഡ്യൂ ഡേറ്റ് ഉണ്ടായിരിക്കും. ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിക്കും. അപ്പോൾ നമ്മുടെ എമൗണ്ട് ഏകദേശം 40,000 രൂപയൊക്കെ നമുക്ക് അടയ്ക്കാനായിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ലേറ്റ് പേയ്മെൻറ്റ് ഫീ ഒക്കെ മേടിക്കുക ഒരു 1000 രൂപ 1500 രൂപ ആ ഒരു വഴിക്ക് തന്നെ ലേറ്റ് പേയ്മെൻറ്റ് ഫീ ആയിട്ട് മാത്രം പോകും. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഇഷ്യൂ വരാൻ പോകുന്നത് നിങ്ങളുടെ സിബിൽ സ്കോറിൻ്റെ കേസിലാണ്. സിബിലിലേക്ക് ബാങ്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളെങ്കിൽ വേഗം തന്നെ അടച്ചു തീർത്ത് കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങളിലൊന്നും ബാങ്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യില്ല. ബട്ട് 30 ദിവസത്തിന് മേലെയൊക്കെ നിങ്ങൾ അടയ്ക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും സിബിലിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങളുടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ കുറയും. ഈ ഒരു നെഗറ്റീവ് മാർക്ക് മാറ്റാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു വർഷമൊക്കെ നമ്മുടെ സിബിൽ സ്കോർ നമ്മൾ പിന്നെ നല്ല രീതിയിൽ നോക്കിയാലാണ് ബാക്ക് ടു പഴയ പോലെ തന്നെ നമ്മുടെ സിബിൽ സ്കോർ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് പക്കയായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. നിങ്ങൾ യൂസ് ചെയ്യാത്ത ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്യേണ്ടതായിരിക്കും ഏറ്റവും നല്ല പരിപാടി. കാരണം നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫീസോ എന്തെങ്കിലുമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വലിയൊരു പ്രശ്നമായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാത്ത ക്രെഡിറ്റ് കാർഡ്സ് ക്ലോസ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.